ഞാനിവിടെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനാവശ്യമായ ചേരുവകൾ: 2 ക്യാപ്സിക്കം, 2 മാഗി ട്യൂബ്, ഒരു തക്കാളി, ഒരു ചെറിയ പൊട്ട് ക്യാബേജ്, ഒരു നാരങ്ങയുടെ ചെറിയ മുറി, 3 പച്ചമുളക്, ബീൻസ്, 2 ഗ്ലാസ് കപ്സരി, ചിക്കനൊക്കെ അത്യാവശ്യം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ പൊരിച്ചിട്ടാണ് ഇടുന്നത്. ഇതിലേക്ക് 2 ക്യാരറ്റും കൂടി വെക്കണം. ഞാനത് ഇപ്പോൾ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയായ ഒരു ഫ്രൈഡ് റൈസാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. രണ്ട് മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. കപ്സരി നമ്മൾ കുതിർക്കാൻ വെക്കണം, നിർബന്ധമല്ല, വേണമെങ്കിൽ കുതിർത്താൽ മതി. ഞാൻ ഈ അരി കുതിർത്താനായി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അരമണിക്കൂറൊക്കെ കുതിർത്തിയാലും മതി, 1 മണിക്കൂർ വേണമെന്നില്ല. അരമണിക്കൂറായാലും അരമണിക്കൂറായാലും ഒന്നും കുഴപ്പമില്ല. നമ്മൾ തിളപ്പിച്ച് ഊറ്റുന്നതാണ്, അതുകൊണ്ട് കുതിർന്നു കരുതി നമുക്ക് കുതിർന്നിട്ടില്ലെങ്കിൽ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുതിർത്തിയാൽ പെട്ടെന്ന് വേവും, അത്രേ ഉള്ളൂ. ഈ ചിക്കൻ ഞാൻ പൊരിച്ചെടുക്കാൻ പോകണേ. അതിനാവശ്യമായത് ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, വലിയ ജീരകം 1/4 ടീസ്പൂൺ. ഇത് എല്ലാതും കുഴച്ചിട്ട് ഞാനിത് പൊരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഈ മസാല തേച്ച് ഞാനിത് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഈ പച്ചക്കറികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുണ്ട്, ചെറിയ പീസുകളാണ്. നമ്മൾ ഫ്രൈഡ് റൈസിനാവുമ്പോൾ നമ്മളിത് വേവിക്കൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുള്ളൂ, ഒന്ന് ഹാഫ് വേവാക്കിയെടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ ബീൻസ് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നൈസായിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഓരോ ഇത് കണ്ടോ, ഇത്ര കട്ടിയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഹാഫ് വേവാകാൻ പാടുള്ളൂ. ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളിത്തണ്ടും കൂടി കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് 2 മുട്ട നമ്മൾ ഇത് പൊടിയാക്കി എടുക്കണം. മുട്ട നമ്മൾ ഉപ്പ് അതുപോലെ കുരുമുളകും ഇട്ടിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഇത് വറുത്തെടുക്കണം. നമ്മൾ പൊടിയായി വറുത്തെടുക്കാനുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിത് ചിക്കനൊക്കെ നമ്മൾ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ പെട്ടെന്ന് ചൂടായി. നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് പൊരിച്ച് വരണം, 2 ഭാഗം പാകത്തെ അത്യാവശ്യം മുരിയണം കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനൊന്നും വേവിക്കൂലല്ലോ. ആദ്യമായിട്ടാണ് നമ്മൾ ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഓരോ പച്ചക്കറികൾ, വേവുള്ള പച്ചക്കറികൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം ഞാൻ ബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുള്ളൂ, അല്ലാതെ നമ്മൾ കുറേ വേവിച്ചെടുക്കണമെന്നില്ല. ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കും. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഞാൻ ആവശ്യത്തിന് എല്ലാ പച്ചക്കറിയിലേക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം തന്നെ കേട്ടോ, ഒരു 2-3 സെക്കൻഡ് അല്ല 1 മിനിറ്റൊക്കെ ഏകദേശം വരുള്ളൂ. അപ്പം തന്നെ 1 മിനിറ്റ് ഒന്നും നിൽക്കണില്ല. അപ്പം തന്നെ നമ്മൾ ഈ ക്യാരറ്റ് കൊടുക്കേണ്ടത്. ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മറ്റു പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കുക. അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കണം, കാരണം നമുക്ക് ഈ അരിക്കൊക്കെ ഉള്ള എണ്ണയാണ് കേട്ടോ, ഈ ചോറിലേക്കൊക്കെ ഉള്ള എണ്ണയാണിത്. ഞാൻ ഇനി ഈ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒക്കെ അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുള്ളൂ. ഈ എടുത്ത് വെച്ച തക്കാളി എല്ലാം ഞാനിപ്പോൾ ഇനി ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റാതിരുന്നാലേ ഒരു പച്ച കടിക്കും. പിന്നെ അതുമല്ല, നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ അതിലൊക്കെ മരുന്ന് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലത്. പച്ച കഴിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിലൊക്കെ ഇട്ടിച്ച് കഴുകിയതിന് ശേഷം മാത്രമേ, നമ്മൾ കഴുകിയിട്ട് തന്നെയാണ് ഇതെല്ലാം ഉപയോഗിക്കണം. എന്നാലും
പച്ചക്കറി ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം, മഞ്ഞൾ വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലൊക്കെ, എന്നാലേ അതിൻ്റെ വിഷമരുന്ന് പോവുള്ളൂ. നമുക്ക് എല്ലാ കാലത്തും സുലഭമായി പച്ചക്കറി കിട്ടുന്നത്. ഞാനിത് ഫ്ലെയിം ഓഫാക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഈ മാഗി ട്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഏല പട്ട പൂവ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം, അത് ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ ഈ മാഗി ട്യൂബ് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണത് നമ്മൾ ഉടച്ചിരിക്കണം കേട്ടോ. ഇതിലിട്ടിട്ട് ഉടഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ അത് കട്ടയാവും. എല്ലാത്തിലും അതിൻ്റെ ചേരുവകൾ, ഇതിൽ സോയാ സോസ് ഒഴിക്കും ചിലർ. ഞങ്ങൾക്ക് ഈ സോയാ സോസിൻ്റെ രുചി അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കൂടുതലും ഞാൻ മാഗി ട്യൂബാണ് ഉപയോഗിക്കാറ്. ഇത് നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ആ മാഗി ട്യൂബ് മാത്രം ഒന്ന് കുത്തി കൊടുത്താൽ മതി. അല്ല പച്ചക്കറിയൊന്നും ഉടക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തിയാൽ അത് ഉടഞ്ഞിരിക്കും. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുത്താൽ അത് ശരിയാവും. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. നമ്മളെ പച്ചക്കറിയൊക്കെ ഹാഫ് വേവാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഞാൻ വേവിച്ചിട്ടില്ല. ഇനി നമ്മൾ ദമ്മിടുമ്പോൾ ഇത് ആവിയിലും ഒന്ന് വേവായി കിട്ടും. ചിക്കൻ്റെ ഈ എല്ലൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പിച്ചി ഒഴിവാക്കണം കേട്ടോ. നമ്മുടെ അതിൻ്റെ ഇറച്ചി കഷ്ണം മാത്രമേ ഇതിലേക്ക് ഈ ചോറിലേക്ക് ഇടാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഭക്ഷണം ഈ പച്ചക്കറി ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ എല്ലെങ്ങാനും നമ്മൾ തൊണ്ടയിൽ കുടുങ്ങിയ പണിയാവും. അപ്പോൾ നമ്മൾ ഇതിലെ എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് ഇറച്ചി മാത്രമാക്കി പിച്ചി എടുക്കണം. പിന്നെ നല്ല ടേസ്റ്റ്, നല്ല നമ്മൾ ചിക്കൻ എത്രത്തോളം നമ്മളൊരു പാനൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് മുട്ട അതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ പൊടിയായി എടുക്കണം. മുട്ട ഒഴിച്ചേക്കാൻ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മുട്ട വേഗം പൊടിയാക്കാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇളക്കിങ്ങേണ്ടത് പൊടിയാക്കി എടുക്കണം. നമുക്ക് എല്ലാ ഭാഗത്തും ചോറിലിട്ട് കൊടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഞാൻ ഈ പച്ചക്കറിയിലേക്ക് ഒരു 4 പൂവ്, 2 ഏല, 2-3 പൊട്ട് കറുകപ്പട്ട, ഇഞ്ചി, വെളുത്തുള്ളി ഈ ചതച്ചും കൂടി ഞാൻ ഈ പച്ചക്കറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇട്ടിളക്കണമെന്നൊന്നുമില്ല. അത് നമ്മൾ ആ ചൂടിൽ പച്ചക്കറിക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിനി നമ്മൾ ദമ്മിൽ കിടക്കുമ്പോൾ ഇതെല്ലാം നല്ലവണ്ണം ചൂടായി കിട്ടും. അപ്പം നമ്മൾ ആ ചൂട് കൊടുക്കണ തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്താൽ മതി. ഈ പച്ചക്കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പിച്ചി എടുത്തിട്ടുണ്ട് കണ്ടോ. എല്ലില്ല ഭാഗം എല്ലാം കളഞ്ഞ് ഞാൻ വെറും ചിക്കൻ്റെ കഷ്ണം മാത്രമാക്കി പിച്ചി എടുത്തിട്ടുണ്ട്. മുട്ട പിച്ചി വറവാക്കി എടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ദമ്മിടാനാണ്. ഇത്രയും ചേരുവകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. ഇനി നമ്മളിതെല്ലാം കൂട്ടിയിട്ടൊന്ന് ദമ്മിടാൻ പോവുകയാണ് കേട്ടോ. ഈ ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ദമ്മിടുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഈ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി വീണ്ടും ഇതുപോലെ നമ്മൾ ഈ ഓരോന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യണം. ആദ്യം പച്ചക്കറി, പിന്നെ ചിക്കൻ, പിന്നെ നമ്മൾ ചോറ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പും ഇട്ട് പിന്നെ വീണ്ടും പച്ചക്കറിയും ചിക്കനും മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുക. വീണ്ടും ചോറിട്ട് ഇങ്ങനെ സ്റ്റെപ്പായി ഇത് ചെയ്യുമ്പോഴുള്ള എല്ലാ ഭാഗത്തും ഈ ചോറ്റിൽ എല്ലാ ഇതിൻ്റെ ചേരുവകൾ ഒരേപോലെ ചേരും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യണം എല്ലാവരും. ഞാൻ ഈ ഫുള്ളായിട്ടില്ലേ ചോറിട്ട് കൊടുക്കുകയാണ്. നമുക്കിനി ഇത് ഫുള്ള് ദമ്മിടാനുണ്ട്. അപ്പം നമ്മളിതെല്ലാം ദമ്മാക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഈ മുട്ടയുടെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും പച്ചക്കറിയും മുട്ടയൊക്കെ നമ്മൾ എത്രത്തോളം ഇട്ടാലും അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയായ ഇതിലേക്ക് നമുക്ക് വേറെ ഒരു ചിക്കൻ ഫ്രൈയോ പൊരിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതിൽ തന്നെ ഉണ്ടാവും. അതിൻ്റെ പച്ചക്കറിയും ചിക്കനും എല്ലാം ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഇനി ഇത് ദമ്മിടാൻ പോയി. ഇത് ചിലർക്ക് കുക്കറിൽ വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഈ കടുപ്പത്ത് ഈ അരി തിളപ്പിച്ചൂറ്റിയ കണലുണ്ടായതുകൊണ്ട് ഞാൻ അവിടെയാണ് ഇത് വെക്കുന്നത്. നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ഒന്ന് സിമ്മിലിട്ട് ചൂടാക്കി എടുക്കുക. ഒരു വിസിലൊന്നും വരിയിക്കണ്ട. കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് ആ ആവി മേലേക്ക് എത്തുന്നത് വരെ, അതിൻ്റെ ആവി ഒന്ന് മേലെ വരെ എത്തണം. അതുവരെ ഒന്ന് കുറച്ച് സമയം ചൂടാക്കി എടുത്താൽ മതി. അതല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ അടുപ്പത്ത് കണലിൽ വെച്ചാൽ മതി. ഞാൻ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ്, പിന്നെ അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ആ ദമ്മിൽ കിടക്കണം കേട്ടോ. എന്നാലുള്ളൂ ആ ചേരുവെല്ലാം എന്നിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കിയിട്ടാണ് കഴിക്കാൻ. അല്ലാതെ കുറേ സമയമൊന്നും ദമ്മിലിടേണ്ട. ആ ചേരുവകളൊക്കെ ആ ചോറിലൊന്ന് പിടിക്കണ വരെ നമ്മൾ ഒരമണിക്കൂർ ഇട്ട് വെക്കണം കേട്ടോ. കുക്കറിലായാലും ചെമ്പയിലായാലും. ഇത് നമ്മൾ മൂടി വെക്കാൻ പോവുകയാണ്. നമ്മൾ കറക്റ്റ് ഒരു മൂടിയായിരിക്കണം. അപ്പുറം ഇപ്പുറം ഒന്നും അവിടെ ആവിയൊന്നും അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് പോകാൻ പാടില്ല. അങ്ങനെ ദമ്മിൽ നമ്മൾക്ക് കിടക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ദമ്മിടാൻ പോകും. ഇത് കണ്ടോ, കഞ്ഞിവെള്ളം, അത് തിളപ്പിച്ചൂറ്റിയ കഞ്ഞിവെള്ളമാണ്. അത് ഞാൻ ദമ്മ് ഇട്ടപ്പോൾ അതിൻ്റെ മേലെ ചൂട്, മേലെന്നും ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് നമ്മൾ ഇനി ഇവിടെ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്നിട്ടാണ് നമ്മളത് ഈ ചോറ് എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ മുറി ചെറുനാരങ്ങ അങ്ങനെ നീര് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമല്ല, ആവശ്യമുള്ളവർക്ക് മതി. അത് വെറുതെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു മുറിയുള്ളൂ കേട്ടോ. ചെറിയൊരു മുറി പിഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു ടീസ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇളക്കുമ്പോൾ ശരിക്കും എല്ലാ ഭാഗവും യോജിപ്പിച്ചെടുക്കും. ഇത് നിർബന്ധമല്ല, ആവശ്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും എണ്ണ അത്യാവശ്യത്തിന് വേണം ഇതിലിട്ടോ. കുറേ എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല എണ്ണ വേണ്ടവർക്ക് ആ പച്ചക്കറിയിലാണ് എണ്ണ ഒഴിക്കേണ്ടത്. എന്നിട്ട് അത് ചൂടാക്കുമ്പോൾ തന്നെ കൊടുക്കണം. പിന്നെ എണ്ണ ഒഴിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റിയായ ഫ്രൈഡ് റൈസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റോടെ കഴിക്കാം. എല്ലാവരും കഴിച്ച് നോക്കൂ. പച്ചക്കറിയും ചിക്കനും ഇതിൻ്റെ എല്ലാ രുചികളും ചേർന്ന ടേസ്റ്റിയായൊരു ചോറ്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ വേണമെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയായ ഫ്രൈഡ് റൈസാണ്. നല്ല ടേസ്റ്റോടെ ചൂടോടെ എല്ലാവർക്കും കഴിക്കാം. നമുക്ക് ഇതിലേക്കൊരു തക്കാളി ചമ്മന്തി മാത്രം മതി. എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ, ബൈ.